ശരിക്ക് ധൈര്യമായി പോയ ത്യാഗിയായി തന്നെ നമ്മൾ അറിയുന്നത്. ആ ത്യാഗിക്ക് ഇത് തന്നെ പറ്റി. അതുപോലെ മുഹമ്മദ് നബി ഈ അടുത്ത കാലത്ത് വന്നതില് ശ്രീകൃഷ്ണ കഴിയെ നേടി വന്ന ഒരു വലിയ മഹാനാണ്. പക്ഷേ ഈ അവസ്ഥ എനിക്ക് കിട്ടാൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥ നേടാൻ കഴിയാത്ത അവരുടെ കുറ്റമുണ്ടല്ലോ. ഈ ദൈവത്തിന്റെ അനുവാദം വേണം. ഞാൻ എഴുത്താൻ ഉദ്ദേശിച്ചതോടെ നോക്കിയിരിക്കുക. ദൈവത്തിന്റെ അനുവാദത്തിന് ആരെങ്കിലും തിരിച്ചു കേട്ടാൻ കൂടെ എന്ത് വരുന്നു? അതല്ലേ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ അനുവാദം കൊണ്ടാണ് അവന് ബിരുദം കിട്ടുന്നത്, അല്ലാതെ കിട്ടില്ല. ഇപ്പൊ അനവധി കാഴ്ചയുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഈ ജന്മം അറ്റ് നിൽക്കുന്ന ഒരു ആത്മസുഹൃതം വേണ്ട. അതാണ് ആ ശ്രീകൃഷ്ണനും മഹാവിഷ്ണു അതിന്റെ മറ്റു പദവികളെല്ലാം ഇരുവശവും നിൽക്കുന്നത്. കണ്ടോ? അതെ, എന്ത് മനസ്സിലായിരുന്നു? അത് നമ്മളാരും പറഞ്ഞു തന്നില്ല. ഒന്ന്, എങ്ങനെ എന്തുകൊണ്ട് പിടിക്കാനൊക്കാത്ത ഒരു ആത്മാവാണ്. അതെങ്ങനെ? ഈ സ്വർണത്തിന്റെ എല്ലാം കഴിക്കണം. ഇല്ല, അല്ലെങ്കിൽ നിങ്ങളാരും ഇവിടെ ചേർക്കും. അതായത് നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഞാൻ നമ്മളെ കുടുംബത്തിലെല്ലാം പറയുന്നത്, ഒന്ന്, നമുക്കൊരു നല്ല അമ്മയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ കേട്ടിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞത്? അത് മനസ്സിലാകാൻ മതി. അമ്മയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അമ്മ വരുമോ? മാതൃത്വം ഏറ്റെടുക്കാൻ സത്യരൂപത്തിൽ ജനിക്കില്ല. അതങ്ങനെ ഒരു 6, 7, 8 തലമുറ കഴിയുമ്പോ ഈ കുടുംബത്തെ അങ്ങ് തുറച്ചു. ശ്രമിച്ചു. ഇത് അച്ഛന്റെ കുടുംബവും അമ്മയുടെ കുടുംബമാണ് കുറച്ച് പാർട്ടിയന്മാരും പണക്കാരെന്നാണ് ഞാൻ പറഞ്ഞു. ശരിയാണ്. അല്ല, എങ്കിലും പറഞ്ഞു കേൾക്കുന്നു. പാർട്ടിയന്മാരവരാണ്. അതുകൊണ്ട് ജീവൻ ഈ ഗുണമുണ്ടെന്ന്
ഈ സ്ഥലം സൂചിത്തൊന്നും സിനിമ പറഞ്ഞു ഇത്ര ആളിരുന്നു പറഞ്ഞില്ല. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും കാലത്തൊരു നോക്കിയിട്ട് നമുക്ക് എന്താണ് അപ്പൊ നമ്മളെ ഈ മക്കൾക്ക് വിശേഷിച്ചും നമ്മുടെ ആമക്കള് ഈ അമ്മ നന്നായിരുന്നതിന് ശരിക്കും വളരും. ആ അമ്മ നന്നായിരുന്നു വളരാൻ വേണ്ടി. പെൺകുട്ടികളെ പിന്നെ അവര് തന്നെ നോക്കുമല്ലോ. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു അച്ഛനെ നമുക്ക് ആവശ്യമില്ല. ഇതെങ്ങനെ ഉണ്ടാവും? പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കാക്ഷിച്ച് വേല ചെയ്യുക, അല്ലെങ്കിൽ സിദ്ധി കാണിക്കാൻ. അങ്ങനെയുള്ള സിദ്ധി നമ്മളെന്താ ധരിച്ചിരിക്കുക? നമുക്ക് ഇത് ഞാനെന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ചട്ടമ്പിസ്വാമി ഇങ്ങനെ നടന്നു വന്നു താമരക്കുളത്തിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? അതൊരു ദർശനമാണ്. ആ ദർശനം എന്തിനു വേണ്ടി കാണിച്ചെന്ന് പറഞ്ഞു. താമര എന്തിൽ നിന്നാണ് കുടിക്കുന്നത്? ഇപ്പൊ ചേറ് എങ്ങനെയുണ്ടായതാണ്? തക്കനെ അഴുക്കിന്റെ അടിയുന്നു. അതിന് നല്ല താമര എന്നതുപോലെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പൂർവം ചെയ്ത അമ്മ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അതെ, ഇത് പറഞ്ഞപ്പോ സിനിമാക്കാരോട് പറയണ്ടേ, ഇതിന്റെ അവിടെ കൊണ്ടാണ് വലിയ അമ്മയുടെ കാര്യം പറഞ്ഞാൽ പറ്റില്ല. അതായത് അതാണ് അമ്മയുടെ കുടുംബം ഒരു പ്രാത്യേകമാണെന്ന് പറഞ്ഞു. അമ്മയുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ സാത്വികത തനിയെ വരും? അവരുടെ പൂർവ്വന്മാരിലെ ഒരു ജന്മാന്തരമായിട്ട് തനിയെ വരില്ല. അതെ. അപ്പൊ അങ്ങനെയാണ് ഇവര് ഈ അങ്ങനെ ഒരു പെണ്ണ് ജനിച്ചാൽ അവര് വന്ന് ചേർന്ന സ്ഥലം പതുക്കെ. പക്ഷെ ഇതാണ് ഈ ജന്മം കൊണ്ട് അറിഞ്ഞില്ലെങ്കിൽ ഇത് അതുവഴിയാണ്. നമ്മൾ ചില വീട്ടുകാരെ പോകട്ടായിട്ട് പറയുന്നത് അതിങ്ങനെ വരുന്നത്. വഴിതെറ്റി നിർത്തി ആരെങ്കിലും തിരിച്ചുവിടാൻ കഴിയാതെ പോയാൽ അത് തിരിച്ചുവിടാൻ ഒട്ടാത്ത ഗതികേട് നമുക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ കേട്ട് വെച്ചിരിക്കുന്നത് മഹാവിഷ്ണു അല്ലെങ്കിൽ ഗണപതി വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലേ? ജീവമുക്തിക്ക് ഇതൊക്കെ മതി എന്നൊക്കെ പറയാറുണ്ട്. പോരാ, ഇത് നമുക്ക് കുറ്റിയിലെ പറ്റി. അതിന് അമ്മയുടെ ജനനം കാണി,
ഇത് മനസ്സിലാകാൻ പറയുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോ നീ ചെറ്റ ഇത് നല്ലൊരു കാര്യമാണല്ലോ. ഇവര് ഈ സന്യാസമൊക്കെ സ്വീകരിച്ചിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ, എനിക്കിത് കിട്ടിയല്ലോ എന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും. ഇതാരും തോന്നിപ്പിക്കുന്നതാണ്. വിശാസം പറയാൻ പാടില്ല. അല്ല, പൈശാചികമല്ല. അതായത് ദേവന്റെ ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ പണക്കാരെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഗുണവാനെന്ന് തന്നെ വിചാരിക്കുക. ഇവന്റെ ഈ ഗുണവാൻ മറ്റൊരുത്തൻ കയറാൻ സമ്മതിക്കൂ? അവരുടെ അപ്പുറത്തോട്ട് കടത്തി പോയി. അതെ, അത് നമുക്ക് പിന്നെ അത് കടത്തി വിടണം എന്നെങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാകണ്ടേ? അതെ, കരുതുന്നതും മനസ്സിലാകും. പറഞ്ഞു കേട്ടാവില്ല. അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. അനുഭവം വരുമ്പോ അതെ, ഇപ്പൊ അതിനൊരു പരിപൂർണ തെളിവാണ് കുമ്പളത്തിന്റെ വീട്. പണവും ശേഷിയും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ആ മരണവും ആ ജനനവുമായിട്ടാണ് കൂടും. ഒന്നും പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറയ്ക്ക് മാത്രം, ഒറ്റ തലമുറ ആളിന് മാത്രം, തലമുറയ്ക്ക് മാത്രം. തലമുറക്കൊന്നുമില്ല. ആ അന്യമുണ്ട്. ഇതുപോലെ നമ്മുടെ അമ്മ ജനിച്ച ആ രാശി ഇങ്ങനൊരു പിതൃ നിന്ന രാശിയുണ്ട്. പക്ഷെ അവര് മോശമല്ല, അവര് സാമാന്യം നല്ല നിലയിൽ തന്നെ പോവുകയും ചെയ്തു. അവരുടെ കാലം കഴിഞ്ഞും ഒരു അതിൽ ഈ കുമ്പളം എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഇന്നലെ വന്നുള്ളൂ. അതൊരു വേറൊരു പിതൃ. അത് ആ മനുഷ്യന്റെ അച്ഛന്റെ വഴിയിലുള്ള പിതൃവാണ്. ഈ അമ്മയുടെ തലമുറ വന്നാൽ അല്ല അല്ല, അത് 7 തലമുറക്കുണ്ട്. ഈ നിലയിൽ എനിക്ക് പെൺകുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു നല്ല അമ്മയുണ്ടാവില്ല. ഇതെങ്ങനെ നമ്മൾ വളർത്തിയെടുക്കും? എങ്ങനെ അവരെ മനസ്സിലാക്കും? അതായത് നമ്മുടെ ചുണ്ടലി കിടക്കുന്ന ലീലയില്ലേ, അവർക്ക് 300 പെണ്ണായിരുന്നു. അവളുടെ അമ്മയുടെ ചേച്ചി ഒരാളുണ്ടായിരുന്നു. എല്ലാ വിധത്തിലും എല്ലാം കൊടുക്കും, എല്ലാ തരത്തിലും കൊടുക്കാനുമുണ്ട്. പക്ഷെ ഇവരീ അവരുടെ അച്ഛന്റെ ഒരു പ്രകൃതമാണ്. എന്താണ്? വയറ് നിറഞ്ഞ വാഴക്കുഴിയിലും കിടക്കും.
ഇപ്പൊ വയറ് പറയുന്ന കാര്യമില്ലേ ഉള്ളൂ, സംസ്കാരം ഇല്ലല്ലോ. ആ തിരിച്ചറിയാനുണ്ട്. നമുക്ക് ഈ അമ്മയെ കിട്ടുന്നതിനൊരു കാരണം പറയുന്നു. ഏഴാമിടവും നാലാമിടവും അല്ലേ? ഇത് ജനിച്ചു കിട്ടിയാൽ വളർത്താൻ അറിയാവുന്നവരായിരിക്കും, അല്ലെങ്കിൽ തങ്ങി കുഴയും. ഇവര് അമ്മയുടെ സ്നേഹം കൊണ്ട് വളരെയധികം സ്നേഹം കൊടുക്കുകയും കുട്ടിക്ക്. പിന്നെ അതിന് വളരേണ്ട വശത്തേക്ക് വളരാൻ കഴിയാതെ വരും. അത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മാതൃഹൃദയം എന്ന് പറഞ്ഞില്ലേ, ഈ സ്നേഹം ഇവർ ഈ കുട്ടിയിൽ കൊടുത്തിട്ട് നമ്മള് ഞാൻ ഇരിക്കുമ്പോഴല്ലേ ഇനി അവളെ നോക്കാനൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് വയസ്സുകാലത്ത് ഇവരെ പറ്റി ചിന്തിക്കും. ആരെ പറ്റി? മക്കളെ പറ്റി. ഈ മനസ്സെല്ലാം പോയില്ല, അപ്പുറത്തായി. താഴെ വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് തിന്നാൻ പിള്ളേർക്ക് ഓരോ നേരം തിന്നാൻ കൊടുക്കണം, മറ്റു നേരത്തേക്ക് അവർ വേല ചെയ്തതില്ല. ഓർമ്മ എന്താണ് മഞ്ഞ മത്തിന് പൊതിയല്ല. അത് പണവും ശേഷിയും സമ്പത്തും യോഗ്യതയൊക്കെ വീട്ടുകാർക്ക് വേണം. അകാലങ്ങളിലെ അത് ഉതകിയത് ഒന്നുകിൽ സ്വയം നശിക്കും, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ ആളില്ലാതെ. അതിലൊന്നാണ് ദേവീകരനായ. ഇത് ശരിയാ തെറ്റ? ഇത് ഞാനങ്ങനെ പലപ്പോഴും ഒരു ദിവസം പോയിട്ടേ ഉള്ളത്. ഇത് കണ്ടിട്ട് പോകണം, മിണ്ടിയില്ല, നീണ്ടാൻ കൊള്ളില്ലായിരുന്നു. എന്താണ് മിണ്ടാൻ കൊള്ളില്ലാത്തത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ വന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ അടുത്തല്ലേ പരിധിക്കല്ലേ ഇവര് വളഞ്ഞ ഇത് തള്ള വളരെ നൊന്തുന്നേ. അതറിയാം. എനിക്കോ ഒരു മതാണ് ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധം വരില്ല.
ഇയാളൊരു പൊട്ടൻ കഥയും മുമ്പൊന്നും നമ്മളെ ഭരിക്കുന്നത്. അതായത് അന്ന് ഈ വീട്ടുകളിൽ പഠിക്കുന്ന ആളുകൾ കുറവാണ്. കച്ചവടം അപ്പൊ ഇത് പഠിച്ച് ഇയാള് പോയി പഠിച്ചു ഇംഗ്ലണ്ടിൽ പോയി. പഠിച്ചിട്ട് അവിടെ വെച്ചൊരു പെണ്ണ് സഹായിച്ചു. ഈ പെണ്ണ് സഹായിച്ചെന്ന് പറഞ്ഞാൽ അവളൊരു പെണ്ണേ ഉള്ളൂ. ആ അച്ഛനും അമ്മയ്ക്കും അവളൊരു പെണ്ണേ ഉള്ളെന്നാ പറയുന്നത്. അത് ഞാൻ അതിന്റെ കാര്യം വേറെ ആളുകൾ പറഞ്ഞ് കേട്ടതാണ്. ഇതെനിക്ക് അറിയാവുന്നതല്ലേ. ഈ അത് ഓർമ്മയുണ്ടോ? ഈ രവിയുടെ അമ്മ മരിച്ചപ്പോഴും ഈ വീതം വെച്ചത് ഓർമ്മയൊക്കെ പേപ്പറിലൊക്കെ വന്നു. $9 ലക്ഷം ആ പെണ്ണിനും 10 ലക്ഷം ജയിക്കുന്നു. ഇന്നത്തെ ഒരു 10 കോടിക്ക് വരെ വരില്ല. ഇത് ഈ മദാമ്മയുടെ മക്കളാണ്. ഇവരെ അവിടെ വെച്ച് സഹായിച്ചിട്ട് ഇവര് സഹായിച്ചത് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അവിടെ ആണോ പെണ്ണോ ചെറുതോ വലുതോ ഒന്നും ഇഷ്ടമല്ല. അവിടുത്തെ ഒരു രീതി ഉണ്ടല്ലോ ഇംഗ്ലണ്ടില്. അവരത് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വാക്കിൽ തന്നെ നീ അത് വിട്ടുപോയെങ്കിൽ അങ്ങ് പോയി. ഇവനെ സഹായിച്ചപ്പോ ഇവനോട് ചോദിച്ചത് അവരൊരു ഇന്ത്യക്കാർക്ക് ഒരു സത്യസന്ധതയുണ്ടല്ലോ ഉണ്ട്. ഒന്നല്ല പലതും ഉണ്ട്. ഒരു കെട്ട് കെട്ടിയ അവള് ചത്തേനെ പിന്നെ വേറെ കെട്ടുന്നത് ശരിയാണ്. ഞാൻ നിന്നെ കെട്ടാൻ ആഗ്രഹിച്ചേ. ആര് അതാ മോള് ശരിയെന്നോ. അതിന് പിന്നെ അവര് പഠിക്കുന്ന ഇവിടെ നിന്ന് പോയാൽ അവിടെ ഈ നല്ല ഹോട്ടലില് പാത്രം കഴുകി കൊടുത്താൽ നല്ലൊരു ശമ്പളം കിട്ടുന്നതാണ്. ഇയാൾ അത് ചെയ്തണ്ടിരുന്നു. ഇനിമേലെ അതിന് പോകരുത്, ഞാൻ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഇയാൾ പാസ്സായി കഴിഞ്ഞ് ഇങ്ങ് കൊന്നിട്ടുള്ള പിന്നെ അറിയിച്ചതേ. അത് പല വഴിക്ക് ഞാൻ പറഞ്ഞത് എടുത്തു പുറത്തിട്ടുള്ളത്. അത് ആ കമ്പിയൊന്ന് വിളിച്ചായിട്ട് അവിടെ ഇരിക്കും. ഒരു തെളിവില്ല. ഇയാളുടെ ഒരു അഡ്രസ് കിട്ടാനില്ല.
ഇവന് എന്ത് ചെയ്തെന്നറിയാമോ? അമ്മറാണിക്ക് എഴുതി. എന്തെന്നാണ് നിങ്ങളുടെ നാട്ടിൽ എത്ര ബികോം പാസ്സായ ആളുകളുണ്ട്? അവർക്കറിയാം ഇവിടെ ബികോം പാസ്സായ ആളുകൾ വേണമെങ്കിൽ അത് എന്നെ എന്താ നിങ്ങൾക്ക് ചില ജാതി മതമൊക്കെ ഉണ്ടല്ലോ, അത് ഏതാണെന്നൊക്കെ ചോദിച്ചു. എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി പാസ്സായി വന്നിട്ടുണ്ടെന്ന് അവര് അമ്മ അങ്ങോട്ട് എഴുതി. അത് ഈ ആള് തന്നെയാണോ എന്ന് അറിയണമെന്നും പറഞ്ഞ് ഫോട്ടോ എടുത്തു. അപ്പൊ ഈ ആള് തന്നെ അത് ഞങ്ങൾക്ക് അമ്മയാണ് കത്തെഴുതി. ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ ഒരു നല്ല വേഷത്തിൽ പോയില്ലെന്ന് പറയും. പച്ചന്ന വേഷത്തിൽ ഈ അമ്മയ്ക്ക് ഈ പടവും ഇതും കണ്ടിട്ട് അറിഞ്ഞോളാം. ഇയാളെ കുറച്ചുകൂടെ വളർന്നു പോയി. അങ്ങനെ എന്നിട്ട് ചോദിച്ചത് ഒരു ഏതോ ഒരു അടയാളം ഈ പെണ്ണ് എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ അടയാളം ഉണ്ടാകും കേട്ടുണ്ടാകും. ഞാൻ നീ ഒന്നും പറയണ്ട. അവരിങ്ങനെ വരും. പിന്നെ വരുത്തിട്ട് ബഹളമായി. പിന്നെ വരുത്തിട്ട് നീ എന്ത് പറയുന്നു? അവളെ കല്യാണം ചെയ്യുന്നു, അതോ നീ വേറെ ഏതെങ്കിലും ആഗ്രഹിക്കുന്നു? ഞാൻ അവളെ കല്യാണം ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരി, ഈ എഴുത്തായിരുന്നു. അതെ, അപ്പൊ പിന്നെ നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ഞാനോ ഇവനെ കറക്റ്റാണ്. അന്ന് രാജാവില്ല എന്ത് ചെയ്യുമെന്ന് എങ്ങനെ അറിയും? കാലാന്തരം ചേർന്ന് നല്ല കൊടുക്കുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ അച്ഛൻ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം മൈസൂറായിരുന്നു. മൈസൂരിൽ നിന്ന് വിളിക്കും. വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. ഇവൻ തന്നെയാണോ ആള് എന്ന് ഇതെന്ത് വേണമെന്ന് ചോദിച്ചു. അത് അവിടെ നിന്ന് കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് കെട്ടിച്ചോളാം. ശരി, ഇവനെ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട പോലെ ചെയ്തോളാം. നേരെ ഇയാളെയും കൂട്ടി ഈ പെണ്ണിനെ ഇവിടെ വരുത്താൻ 2 മാസത്തിന് മുൻപേ കത്തെഴുതി വരുത്തി മദ്രാസ് വന്നിട്ട് നേരെ മദ്രാസിൽ നിന്ന് ഇവിടെ വരും. എന്നിട്ട് ഈ അമ്മറാനെ ഈ കത്തും ഇതെല്ലാം കൊടുത്തത് ഈ പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് ആരും അറിയിച്ചിട്ടില്ല. ആര് ഈ കാരണം അത് നേരത്തെ വിളിച്ച് പറഞ്ഞ് അവളെ വരുത്താമോ? അവളെ വരുത്തി. നിങ്ങൾ തമ്മിൽ അറിയുമല്ലേ? അത്
അത് ഞങ്ങൾ കരവാളനുണ്ടെന്ന് പറഞ്ഞു. പാടാം എന്റെ മര്യാദകളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് കുളിച്ചെന്തോന്ന് അരങ്ങ് കുടിക്കൊന്നും മാറ്റി എടുത്ത് കൊടുത്തിട്ട് ഇതാണ് അച്ഛനൊക്കെ ഇങ്ങനെ വെളിവിടാനുള്ള ബാക്കിയുള്ള അല്ല ഈ അങ്ങനെയല്ല ഈ മയ്യനാടാണ് ഈ അയത്തോട് ആദ്യം വന്നത് നമ്മുടെ കേരളത്തിൽ. കേരളത്തില്ല, തിരുവനന്തപുരം. അപ്പൊ അങ്ങനെ ഈ അയത്ത് പഠിച്ചപ്പോ പിന്നെ ഇവിടെ തുടർന്ന് പഠിച്ച് കഴിയില്ല. കഴിവില്ലാതെ ഏറ്റവും എന്തോ വിധത്തിലൊന്നും പോയത്. അല്ല ഉണ്ട് അന്നത്തെ നിലയ്ക്കെല്ലാം സാമർത്ഥ്യം എന്നൊക്കെ പറഞ്ഞു അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് തന്നെ അവർക്ക് അറിയില്ലല്ലോ. അത് തന്നെയല്ല ഇവിടുന്ന് വെള്ളി രാജ്യത്തേക്ക് ആൺപിള്ളേരായിട്ടില്ല, ഇവരവിടെ കുടുങ്ങി പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടായ ആ ഒരു അതുകൊണ്ട് ആ പെണ്ണിന്റെ കല്യാണം ആദ്യത്തെ ശരിയായില്ല. അവര് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് ചെറുപ്പത്തില് എനിക്ക് സുഖമില്ലാത്ത ഇവിടെ ഉണ്ടെന്ന് ആലപ്പില്ല. ഇപ്പൊ ആലപ്പുഴയാണ്. ഇവിടെ ഒരു കഴിഞ്ഞും മാറ്റിക്കൊണ്ട് ടിക്കറ്റ് ഞാനവിടെ പോയിട്ടുണ്ട്, ആ വീട്ടിൽ പോയിട്ടുണ്ട്. റിയൽ ടൈം ആ റോഡ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നില്ല. അകത്തോട്ട് പോകുന്നു. ഇത് അകത്തോട്ട് അങ്ങനെ ഉണ്ടായതാണ് ഈ മക്കളെ. ഈ പിടിക്കാത്ത ഒന്നര വെച്ച് ഗുണപ്പെട്ടുണ്ടാവും. അതാണ് ഇതൊക്കെ ചരിത്രം. വളരെ ഉപദ്രവിക്കണം. അവര് യോജിപ്പില്ലായിരുന്നു, അവരൊന്നും തീരെ യോജിപ്പില്ലായിരുന്നു. ഇവിടെ പോലെ തെറ്റിക്കാണോ? അങ്ങനെ അവരെ ഇങ്ങനെ കഴിവപ്പെടുത്തി നിർത്തി. ഇവനുണ്ടായതൊരു പെൺകുട്ടി, ആ പെണ്ണിന് സുഖയില്ല. എന്ത് അല്ല ഈ പെണ്ണുങ്ങളെ രവിക്കണ്ണന്റെ മകളായിരുന്നു. രവിക്കണ്ണൻ അതന്നെ രവി കെട്ടാനെന്ന് പറയുന്ന വീക്കം കെട്ടാൻ്റെ മകനാണ്. അദ്ദേഹത്തിന് ആകെ ഒരു മകനുണ്ടായിരുന്നു. അല്ല, ഒരു സൗകര്യം ഒരു മകള് അവരിവിടെ ഉണ്ട്. അവരിവിടെ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ ഇത്തിക്കര ഒരു രവി മന്ത്രി തിന്നാക്കുന്നു. അതിനൊരു കുട്ടിയുള്ള ചെറുപ്പത്തെ ഗീത അപ്പൊ ഈ രവിക്കണ്ണന്റെ സഹോദരന് കുഴപ്പമില്ല,
സഹോദരില്ല. സൗകര്യം സഹോദരിയുടെ കുടുംബം തോട്ടം അവരെ എത്തിക്കാറുള്ളൂ. അവര് ഇപ്പൊ ആ ഫാക്ടറിക്ക് അവർക്ക് ഇവരുടെ കല്യാണം നടത്തുന്നത് ഞാനാണ്. ഈ വീട്ടിക്കരയുള്ള ആ സഹോദരൻ സഹോദരിയുടെ ആര്യനിൽ വ്യക്തമാണ്. അപ്പൊ അവർക്ക് എന്നെ കണ്ടാലൊന്നും അറിയില്ല. അന്ന് എനിക്ക് 20-21 വയസ്സിൽ കൂടുതലില്ല. അവരുടെ മകൻ ഒരു കുട്ടിയെ ഇപ്പൊ സ്കൂട്ടർ ആക്സിഡന്റ് കോളേജ് പഠിച്ചിരുന്നു. എല്ലുമായിട്ട് ജർമ്മൻ ബ്ലഡ് തന്നെയാണ് കൊച്ചൻ. അമ്മമ്മയുടെ അതേ ബ്ലഡ് ഇതാണ്, കളറും അതേ കണ്ണുമൊക്കെ കണ്ട ഉടനെ വലുതായിട്ടാണ്. ആ ചുമ്മാമുഖിൽ ഞാൻ ഓർമ്മയില്ലേ പോയി അതാ പട്ടത്തുള്ള ഗ്രൂപ്പിലെ ആ നീലാംബർ കാപ്പിയാണ്. നമ്മുടെ ടൗണിനകത്ത് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? സാറിന്റെ ചോദ്യം അമ്മ നന്നായതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. അമ്മ നന്നായ കാര്യം കർണാടന്റെ ഭാഗ്യം. അങ്ങനെയല്ല, അവർക്ക് പിതൃശുദ്ധി ഇല്ലാത്തവരാണ്. ആർക്ക്? ഇവർക്ക് എന്താണ് പിതൃശുദ്ധി? അവർക്ക് ഇന്ന് വേണ്ടെന്ന് വെച്ചാൽ അവിടെ കാണുന്നുണ്ടെന്ന് പോകും. അവരുടെ വൈദിക മതപരമായ ആചാരപ്രകാരം അവർക്ക് പ്രസിദ്ധിയില്ലേ? ഇല്ല. അനതാചരികളെ മതത്തിന്റെ ആചാരപ്രകാരം അതില്ല എന്ന് അവര് തന്നെ പുനർജന്മം ഇല്ല എന്ന് വാദിക്കാൻ നിൽക്കുന്നവരോട് മതത്തിന്റെ ആചാരം പറഞ്ഞാൽ എന്താ കഴിഞ്ഞു? ക്രിസ്ത്യാനിറ്റി ഗുണങ്ങൾക്ക് അവർക്ക് പിന്നെ ഈ കർത്തനാന്മാര് 4 പേരോട് ഇരുന്ന് എഴുതി തെറ്റിച്ച വാക്കിയാണ് അവരുടെ ഇപ്പോഴത്തെ മതത്തിട്ട. അവർ ഈ ദക്ഷിണാമൂർത്തിയുള്ള അനുഭൂതി അംഗീകരിക്കുന്നു. മതം അങ്ങനെ അനുഭവം ഉള്ളവരുണ്ട്. ഇപ്പൊ ഈ ദർശനമായിട്ട് ഇപ്പൊ കുറെ പേര് വന്നിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ ദർശനമുണ്ട്. ഈ കാലത്തിന്റെ മാറ്റങ്ങൾ നല്ല ഈ രോഗശാന്തി അവർക്കെല്ലാം അവര് ദർശനമുണ്ട്. ബന്ധുക്കോസല്ല, ഈ കത്തോലിക്ക സഭയിൽ തന്നെ ഒരു വിഭാഗം. തൊട്ട് അവിടെ അപ്പുറത്തൊരു സ്ത്രീയുണ്ട്, അവർക്ക് ഇങ്ങനെ ദർശനം കിട്ടുന്നത്. അതെ, ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം. രോഗശാന്തിയാണ് അവരുടെ ഏറ്റവും വലിയത്. രോഗങ്ങൾ അതൊക്കെ ശരിയാണ്. ഈ അനുമാനും ചങ്കരനും ഒന്നും ഇതിന് പോരാന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ കഥ കെട്ടി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ അങ്ങനെ ഇവിടുന്ന് രാജാത്തിൽ നിന്ന് കുത്തിയെടുത്തോണ്ട് വന്നല്ലേ മരുന്ന് വാഴും വരാൻ അല്ലേ? ഇത്രയാകുമ്പോ അതിൽ നിന്നിപ്പം ബോട്ടിൽ നിൽക്കാൻ പറ്റും. കന്യാമയിൽ എടുത്തു കൊടുക്കും.
പിന്നെ അവിടെ മഴയില്ല. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാനും ഇങ്ങനെ പറയുക. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിന് ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞ അതെ, അത് അതല്ല, നിൽക്കുകയല്ല, വളർന്നുകൊണ്ട് വരിക. വളർന്നുകൊണ്ട് വരുന്നിടത്ത് വെച്ച് നിന്നു പോകും. മുൻപ് ഏത് സ്ഥാനത്ത് എത്തിയാൽ അവിടെ ചെന്നിട്ട് അങ്ങ് അവിടെ നിന്ന് പിടിച്ചു കയറ്റാൻ ആളുക. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഈ ഇത് ഒന്ന് പറഞ്ഞില്ലേ, നടന്നു തനിയെ അനന്തതയിലേക്ക് പോകുന്നു. ആ അനന്തതയിലേക്ക് പോയി ചെല്ലുമ്പോ ഇതങ്ങ് ലോകം മൊത്തം വ്യാപിച്ചിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ശബ്ദം, നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ശബ്ദം ഇപ്പൊ കട്ട്ലേറ്റും അല്ലാത്ത അടിക്കല്ലേ? അതെ, അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചിട്ട് തിരിച്ചിരിക്കും. നമ്മൾ ടെലിഫോൺ ചെയ്യുന്നു. അതെ, അത് ഈ വക ആചാരങ്ങളും നമ്മൾ ഉച്ചരിച്ച മന്ത്രങ്ങൾ വരെ അതാത് മണ്ഡലങ്ങളിൽ നിൽക്കും. അത് എന്ത് മനസ്സിലായോ? നിങ്ങളിപ്പോ മാസം പൂർത്തിയെല്ലാം നമ്മൾ ഈ സങ്കല്പിക്കുന്നതെല്ലാം ഇതിന് അണിഞ്ഞ് നിൽക്കുകയാണ്. അതെ ഈ അന്തരീക്ഷത്തിൽ. അതെ, ഞാൻ ആദ്യം ചോദിച്ചില്ലേ എങ്ങനെയാണ് ചേർന്നത്? ആദ്യാദ്യത്തിലേ തുടങ്ങിയത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ആശയങ്ങളായിരിക്കുന്ന കർമ്മവിധി ഒരു മാതാവിന് ചെന്ന് ചേരുന്നത്. ആ മാതാവിനെ വളർത്തിയെടുക്കുന്ന അച്ഛനും അമ്മയും എന്തായിരിക്കണമെന്ന് വിധിവിഹിതമായ കർമ്മം. എന്താണ് നമ്മൾ സാധാരണ ചെയ്യും? അവര് കരഞ്ഞതുണ്ട്. ഇപ്പൊ കാമനാവായി എന്താ എത്ര അവിടെ താമസിക്കുന്നു അറിയുന്നില്ല. അപ്പൊ ഇത് ഞാനിത് പറഞ്ഞു. അന്ന് ഇവരെ ഈ കുട്ടി ജനിച്ചിട്ടില്ല, ഇവരുടെ കല്യാണം നടന്നിട്ടില്ലാത്ത ഒരു ദിവസം ഞാൻ കേക്ക് ഇതിന്റെ വീട്ടിൽ. അപ്പൊ ഇവര് വന്നു, രണ്ടുപേര് വന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ച് ഞാനിങ്ങനെ ചെയ്യാൻ അത് തീർച്ചയായിട്ടും ചോദിച്ചത്. കാരണം എനിക്ക് മക്കളും ഭാര്യയുണ്ട്. ആർക്ക്? അയാളെ നെടുമങ്ങാട്ട് മകൻ രാജേരൻ ഇങ്ങനെ അതിന്റെ ഇടയിൽ രണ്ട് പിള്ളേരുണ്ടെന്ന് ആ നിന്നുണ്ട്. ഇത് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഞാനിത് ചോദിച്ചു, അത് അങ്ങനെ ആയിപ്പോയെന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞു തോന്നുന്നു.
പിറ്റേ തവണ എന്നപ്പോഴും ഇയാൾ വന്നു. എന്ത് അപ്പൊ ഈ കേട്ടം കിട്ടി ജോലി. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞങ്ങള് അരുവിയിൽ വെച്ച് ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ മാലയൊക്കെ എടുത്തു പോകും. അത് കഴിഞ്ഞ ഒരു കുട്ടി 9 മാസമായിട്ട ഇദ്ദേഹം വീണ്ടും ആലുവയിൽ വന്നു. ആലുവയിൽ വന്നപ്പോ ഞാൻ തിരുവനന്തപുരം പോയി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെയാണോ? അപ്പൊ ഞാൻ അവിടെ 5 10 ദിവസം താമസിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി ആലപ്പുഴയ്ക്കാണ്.